ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി പ്ലം കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് മൈദ വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അളവ് കപ്പ് ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ. 1/2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാം പഞ്ചസാര ഉണ്ടായിരിക്കും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇളക്കാവൂ. അതിന് മുന്നേ കയ്യിലിട്ടിട്ട് ഇളക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കളറ് മാറിയിട്ട് ഒരു തേനിൻ്റെ കളറായാൽ മതി. തേനിൻ്റെ കളറായിട്ട് കുറച്ചും കൂടി അങ്ങനെ ഒന്നും കൂടി ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ ഞാനിതൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഈ പത വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ പത വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ടോട്ടൽ 3/4 കപ്പ് വെള്ളം ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസുമാണ് ചേർത്തത് കേട്ടോ. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വല്ലാതെ ബ്രൗൺ കളറായിട്ട് അത് കരിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ ആ പത വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ തിള വരാൻ സമയത്ത് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് സാധാരണ മുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് കാഷ്യൂ കേട്ടോ. കാഷ്യൂ അല്ലെങ്കിൽ ബദാം ഏത് വേണമെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയും വേണ്ടു. വളരെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ആ മീതത്തെ ഭാഗം, ആ ഉള്ളിലുള്ള വൈറ്റ് പോർഷൻ പാടില്ല, വെള്ള ഭാഗം മാത്രം ചുരണ്ടി ചെയ്ത് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ടോട്ടൽ ഡ്രൈ ഫ്രൂട്ട്സ് 1/4 കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ 1/4 കപ്പ് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ള ഏതാ ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് 1 അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വരെ എടുക്കാം. 1 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1/4 കപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഏതാ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ കറുത്ത മുന്തിരിയും സാധാരണ മുന്തിരിയും കുറച്ച് കാഷ്യൂം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇത്ര എടുത്തിട്ടുള്ളൂ. ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു 5-6 ഡേറ്റ്സും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇടാവുന്നതാണ്. അതായത് ഈന്തപ്പഴം അതും കൂടി അരിഞ്ഞിട്ട് ഇതിലിടാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിള വന്നാൽ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇത് അവിടെ ഒന്ന് ഇരുന്നിട്ട് കുക്കാവട്ടെ കേട്ടോ. ഒരു 8 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മെല്ലെ കുക്കാവണം. അങ്ങനെയാകുമ്പോൾ ആ ഓറഞ്ച് ജ്യൂസും അതെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കണ്ടില്ലേ, ഇത്രയും ഒരു ലൂസായിട്ട് വെക്കണം. വല്ലാതെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണ്ട. ഇത്രയും ലൂസായിട്ട് ഇരുന്നോട്ടെ കേട്ടോ. ഇത് കാരണം നമ്മളിത് തണുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടിയും കട്ടിയിലാവും. അപ്പോൾ പിന്നെ എല്ലാം കൂടി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു ലൂസിൽ വെക്കുക കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നിറച്ചും ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നിറച്ചും ഇങ്ങനെ കറുവപ്പട്ട പൊടിയിട്ട് അതിങ്ങനെ മീത നിൽക്കത്തക്ക വിധത്തിൽ നിറച്ചിട്ട് വടിച്ചിട്ടല്ല, കറുവപ്പട്ട പൊടിച്ചതുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് 2 കഷ്ണം കറുവപ്പട്ടയും പിന്നെ 1 കഷ്ണം ചുക്കും ചേർക്കാം. ചുക്കില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉള്ള മസാല വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ ഏത് കപ്പിലാണോ എടുക്കുന്നതെങ്കിൽ ആ കപ്പിൻ്റെ 3/4 കപ്പ് പഞ്ചസാര എടുക്കുക കേട്ടോ. അതിലേക്ക് 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ജാതിക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 3 ഏലക്ക കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് പൊടിയണം. അപ്പോൾ പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ 150 ഗ്രാം പഞ്ചസാര ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രാം കണക്കിന് പറയുമ്പോൾ നിങ്ങൾക്ക് കപ്പില്ലെങ്കിലും ഇത് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിലൊട്ടും മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, ഒട്ടും ആ മണമൊന്നും അറിയില്ല കേട്ടോ. പിന്നെ വേണ്ടത് 100 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. 100 ഗ്രാം ബട്ടർ പറഞ്ഞാൽ 1/2 കപ്പ് ബട്ടർ ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടും അടിക്കാം.
ഞാനിപ്പോൾ അതിങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ബട്ടറൊന്നും എടുക്കരുത് കേട്ടോ. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് മാത്രമേ എടുക്കാവൂ. തണുത്ത ബട്ടർ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുന്നെങ്കിലും കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 2-3 മണിക്കൂർ മുന്നേ ബട്ടറും അതുപോലെ തന്നെ മുട്ടയും എല്ലാം പുറത്തെടുത്ത് വെക്കണം. എന്നിട്ടാണ് ഉപയോഗിക്കുക. ഒന്നും തണുത്തത് ഉപയോഗിക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ പഞ്ചസാരയും അതുപോലെ തന്നെ ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാര, ബട്ടർ അതുപോലെ തന്നെ മുട്ടയും വാനില എസൻസും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ എഗ് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഒരു 250 ml ഗ്ലാസ്സോ കപ്പോ എടുക്കുക. അതിന് ഇതേപോലെ വടിച്ചിട്ട് എടുക്കുക, നിറച്ചെടുക്കരുത് കേട്ടോ. അതേപോലെ വടിച്ചെടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ 250 ml കൊള്ളുന്ന ഗ്ലാസ്സോ അല്ലെങ്കിൽ ചായ കപ്പോ ഏത് വേണമെങ്കിൽ എടുക്കാം. 250 ml കൊള്ളണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ഒരു 1.25 കപ്പാണ് പൊടി എടുക്കേണ്ടത്. അതായത് 160 ഗ്രാം ഗോതമ്പ് പൊടി എടുത്താൽ മതി. ഞാൻ ആദ്യം 150 എന്ന് പറഞ്ഞത് 160 ഗ്രാമാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് 2 സ്പൂൺ ഞാൻ കാണിക്കുന്നില്ല. അതിൽ ആ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ നിറച്ചും ബേക്കിംഗ് പൗഡർ എടുത്താൽ മതി. അപ്പോൾ 1.25 കപ്പ് ഗോതമ്പ് പൊടി, അതായത് 160 ഗ്രാം ഗോതമ്പ് പൊടി, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ് കേട്ടത്. അപ്പോൾ 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുക. അതിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുക. ഇതേപോലെ അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കരുത്. അല്ല, അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ബട്ടർ കഴിയുന്നതും ഉപ്പ് ചേർക്കാത്ത ബട്ടർ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് ബട്ടർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഉള്ളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം 2-3 ഡ്രോപ്പ് ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുത്താലും മതി. 7 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ അടിഭാഗം പരന്ന ചെരുവുണ്ടെങ്കിൽ ചെരുവം എടുത്താലും മതി. ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നില്ല. വീട്ടിലുള്ള ഏതെങ്കിലും പാത്രങ്ങൾ എടുത്താലും മതി. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ പഞ്ചസാര സിറപ്പൊക്കെ ഒന്നും കൂടി ഡ്രൈ ആയി വന്നു. അപ്പോൾ അതാണ് കറക്റ്റ് ഭാഗം. ഇനി ഇതിലേക്ക് ആ ഗോതമ്പ് പൊടി മിക്സ് കുറച്ചായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അടി പോവില്ല, താന്നു പോവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ടയും അതുപോലെ തന്നെ ബട്ടറൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. അങ്ങനെ ഒന്നിച്ച് വല്ലാതെ ഇട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മിക്സ് ആവും. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും മിക്സ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഒരേ ഡയറക്ഷനിൽ കേട്ടോ മിക്സ് ചെയ്യുക. ഇതിനി റെഡിയാക്കി വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇങ്ങനെ അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിൻ്റെ. നന്നായിട്ട് ഇതൊന്നിങ്ങനെ കൊട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് ടാപ്പ് ചെയ്യുക. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഞാൻ ഇതിൻ്റെ മീതെ വിതറിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിതറുക, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓവൻ സെറ്റപ്പൊക്കെ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ വലിയ ചെരുവം അല്ലെങ്കിൽ വലിയ കടായി അല്ലെങ്കിൽ പ്രഷർ കുക്കർ അതിൻ്റെ വെയിറ്റും അതിൻ്റെ റബ്ബറും മാറ്റി വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് അടച്ചതിൻ്റെ ശേഷം എന്തെങ്കിലും ഒരു വെയിറ്റ് ഇതിൻ്റെ മീതെ വയ്ക്കുക. ഞാനിപ്പോൾ ഒരു ഇടികല്ലാണ് ഇതിൻ്റെ മീതെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വെക്കുമ്പോൾ അടപ്പ് നന്നായിട്ട് അടഞ്ഞിരിക്കും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ അവനിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരില്ലേ കേക്കിൻ്റെ മീതെ, ആ ഒരു ഷെയ്ഡ് ഇതേപോലെ നമ്മൾ വെയിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ അതേപോലെ കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ സമയം പറയാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വയ്ക്കുക. അതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 40 മുതൽ 50 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. ഒരു 40-35 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് കുത്തി നോക്കാം. ആയിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി വെക്കാം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 40 മുതൽ 50 മിനിറ്റിൻ്റെ ഉള്ളിൽ ആയി കിട്ടും. അപ്പോൾ മൊത്തം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറും പിന്നെ ഒരു 5 മിനിറ്റൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കുത്തി നോക്കി കണ്ടില്ല, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മീത ഭാഗമൊക്കെ നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇലക്ട്രിക് അവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത്
ഞാൻ ഒരു കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുകയാണ്. പിറ്റേ ദിവസമാണ് ഇത് നിങ്ങൾക്ക് മുറിച്ച് കാണിക്കുന്നത് കേട്ടോ. അന്നേ ദിവസം തന്നെ മുറിക്കരുത്. എപ്പോഴും 1-2 ദിവസം കഴിഞ്ഞിട്ട് മുറിച്ച് എടുക്കുമ്പോഴാണ് ഇതിന് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി കട്ട് ചെയ്ത് കാണിക്കാം. ഉണ്ടല്ലേ, നല്ല സൂപ്പർ മോയിസ്റ്റ് കേക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഗോതമ്പ് പൊടിയാണെന്നൊന്നും അറിയില്ല. നമ്മൾ സാധാരണ പ്ലം കേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയൊക്കെ സുഖമായിട്ട് ഇത് സൂക്ഷിക്കാവുന്നതാണ്. കേടൊന്നും വരില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിയിലേക്കൊന്നും പോയിട്ടില്ല. കണ്ടില്ലേ, നല്ല രുചിയായിരുന്നു. ഇത് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികമൊന്നും ബാക്കി വന്നില്ല. പെട്ടെന്ന് തന്നെ തീർന്നു. അത്രയും രുചിയായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. താങ്ക്